ഷാജി എണ്ണശ്ശേരിൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ 14ാമത്തെ ഹ്രസ്വചിത്രമാണ് അമേരിക്കൻ അച്ചായന്റെ സ്നേഹസ്പർശം. 5-6 വർഷക്കാലമുള്ള അദ്ദേഹത്തിന്റെ നീണ്ട പരിശ്രമത്തിന്റെ വിളവാണ് ഇത്തരത്തിൽ രൂപം കൊണ്ട 14ഓളം ഹ്രസ്വചിത്രങ്ങൾ. 30-ലധികം വർഷങ്ങൾ വിദേശ നാടുകളിൽ ചെലവഴിച്ച് പ്രവാസത്തിന്റെ തിക്കും തിരക്കും പിന്നിട്ട് തൊഴിൽ ജീവിതത്തിന്റെ തിരിമറികളുമെല്ലാം മറികടന്ന് നേടിയ സ്വപ്നങ്ങൾ നാട്ടിലെ സുഹൃത്തുക്കളുടെ കൂടെ പങ്കുവയ്ക്കാൻ ഓടിയെത്തുന്ന പ്രവാസിയുടെ ജീവിത പരിണാമങ്ങളാണ് ഇതിലെ ഇതിവൃത്തം. ഡീല് കിട്ടിയിട്ടുണ്ട്. ആ പൈസയും കൊണ്ട് നിന്റെ ഹയർ സ്റ്റഡീസിന് ഒന്ന് ശ്രമിച്ചാലോ? ഒന്നുമില്ലെങ്കിൽ നിന്റെ പഠിപ്പ് നടക്കട്ടെ, അല്ലെങ്കിൽ ആദ്യം നമ്മുടെ കടങ്ങൾ വീട്ടിയാലോ? അത് കഴിഞ്ഞിട്ട് മതി, പഠിപ്പൊക്കെ പിന്നെ ആവാലോ. അത് മതി മോളെ. ചേച്ചിയുടെ ഇഷ്ടം പോലെ. പപ്പ പോയിട്ട് മമ്മി ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ച് ഇനി ബാധ്യത നിൽക്കുന്നത് ശരിയല്ല മോളെ. ഈ ബാധ്യത തീരട്ടെ, അല്ലേ മമ്മി? പറയുന്നത് കേക്ക്. അത് മതി. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു, അയ്യാ കണ്ണാടി പുഴയൽ വിരിയണു കുളിരല പോലെ. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ, അയ്യാ എല്ലിക്കാടടി മുടികിലുകണ് കലപില പോലെ. അത് ദിവ്യ തേജസ്സായിട്ടാ ഞാൻ കാണുന്നത്. അച്ഛനെന്ത് തോന്നുന്നു? പാപ്പച്ചാ, ഈ കുടുംബത്തെ 2 വർഷം കൊണ്ട് എനിക്കറിയാം. ഈ ഇടവകയിലെ അച്ഛനാണ് ഞാൻ. എല്ലാവരും മര്യാദയ്ക്ക് നല്ലപോലെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് പാപ്പച്ചാ. തീർച്ചയായിട്ടും ആ കുഞ്ഞ് പാവം. അച്ഛാ, എന്നാ വെള്ളം. പാപ്പച്ചന് കൊടുക്കൂ. അച്ചോ, വാങ്ങി കുടിച്ചാ മതി. വെള്ളം കുടിക്കുകയാണ് അച്ചോ, വെള്ളം കുടിക്കുകയാണ്. അച്ചോ, ഈ കുടുംബത്തിന് വേണ്ടിയുള്ള നമുക്ക് സഹായിക്കാനുള്ള മനസ്സ് ദൈവം തന്നു. സന്തോഷായല്ലേ പാപ്പച്ചന്? സന്തോഷമായി. അർഹതപ്പെട്ടവരെ സഹായിക്കണം. ഞാനൊന്ന് പറയട്ടെ മോളെ, കേൾക്കണം. ഞാനൊരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കതിന്റെ ഏണിങ്സ് കിട്ടണം. പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഇയാളെ സഹായിച്ചാൽ ഞാനൊരു പാലം ഇട്ടു തരാം. അപ്പോൾ എനിക്ക് അങ്ങോട്ടും വരണം, നിങ്ങൾക്ക് ഇങ്ങോട്ടും വരാം. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞു തരുന്നത്. ചായൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ചോരയും നീരും ഉള്ളൊരു മനുഷ്യനാണ്, വികാരങ്ങളും വിചാരങ്ങളുമുള്ള ഒരു മനുഷ്യൻ. ഇപ്പോ ഇത് മോൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഓരോന്ന് മനസ്സിലാകും. ഇതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവേ, എന്താ ശരിയല്ലേ മോളെ? തണുത്ത വെള്ളം കിട്ടുമോ? ഭയങ്കര ദാഹം. തണുത്ത വെള്ളം വേണേ? ഗ്ലാസ് എടുത്തോ? ഒരു ഫുൾ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നാൽ മതി. ബോട്ടില. ഓ, താങ്ക് യു. മോളുടെ ഫോണും തന്നേ. നോക്കിയേ, ഇതൊന്ന് തുറന്നേ. എന്നിട്ട് മോളെയും അമ്മയെയും അനിയത്തെയും ഒക്കെ ഞാൻ അമേരിക്കയ്ക്ക് കൊണ്ടുപോകും. നമുക്ക് അമേരിക്കയിൽ അടിച്ചു പൊളിക്കണം. മോളുടെ അസുഖമെല്ലാം മാറുമ്പോൾ എൻ്റെ ഫോൺ നമ്പർ മോളുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ സമയമുള്ളപ്പോഴെല്ലാം വിളിക്കണം കേട്ടോ. ഇതെൻ്റെ വാട്സാപ്പ് നമ്പറാണ്. ഓക്കെ മോളെ, എന്നാ അപ്പോ അച്ചായം ഫോൺ വെക്കട്ടെ? ഓക്കെ, താങ്ക് യു. സമയമുള്ളപ്പോൾ വിളിക്കാം. ബായ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ പള്ളിയിൽ നിന്നും പാപ്പച്ചനെ കാണാൻ വരികയായിരുന്നു. ഓ, കറക്റ്റ് ടൈമാണല്ലോ അച്ഛൻ വന്നത്. കറക്റ്റ് ആയിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കാം. സംസാരിക്കാം. പാട്ട് കേൾക്കണമല്ലോ. പട്ടര് നല്ല പാട്ട് പാടുന്ന കേട്ട്. ആ പാപ്പച്ചോ, ആ
പാപ്പച്ചൻ പറഞ്ഞ പട്ടര് ഇതാണ്. ഇതാണെന്ന് ഒരു 8.5 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. എന്റെ സൗന്ദര്യം കണ്ടിട്ട് ഹായ്, ദിസ് ഇസ് ഭാവന. ഒക്ടോബർ 4-ാം തീയതി റോക്ക്ലൻഡിൽ നടക്കുന്ന അജ്മീർ രുചിമേളത്തിന് മാറ്റുകൂട്ടുവാൻ സിനി സ്റ്റാർ നൈറ്റ് ഷോയിൽ ഞാനും ഉണ്ടാവും. സീ യു ഓൾ ദേർ. അജ്മീർ രുചിമേള ഇൻ അസോസിയേഷൻ വിത്ത് സ്പെക്ട്രം ഓട്ടോ. രുചിയും കലയും ഒന്നിക്കുന്ന മഹോത്സവം അറ്റ് ജെർമോൺസ് പാർക്ക്, റോക്ക്ലാൻഡ്, ന്യൂയോർക്ക്.